ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ടെറസ് കിച്ചണിൽ വീണ്ടും ക്രിസ്മസ് സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വട്ടയപ്പം, പാലപ്പം, കള്ളപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ പല ടൈപ്പ് ഓഫ് ആപ്പംസ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ ഞാൻ കള്ളൊഴിച്ച പാലപ്പം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കള്ളെന്ന് പറയുമ്പോൾ നമ്മൾ ഈസ്റ്റിന് പകരമുള്ള ഫെർമെൻറ്റേഷൻ, പണ്ട് കാലത്തൊക്കെ കള്ളൊക്കെ ചേർത്തിട്ടൊക്കെ അല്ലേ കുഴച്ചൊക്കെ വയ്ക്കുന്നത് അമ്മച്ചിമാരൊക്കെ. അപ്പോൾ അതുപോലെ കള്ളൊഴിച്ചുണ്ടാക്കണ പാലപ്പമാണ് ഞാൻ ഇപ്രാവശ്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പാലപ്പത്തിൻ്റെ മിക്സിങ്, അരയ്ക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം. കാര്യം ഇതിപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഉടനെ നമ്മളിപ്പോൾ വെള്ളത്തിലിട്ട് അരച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ, അത് ഫെർമെൻറ്റിങ് ടൈം അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ ഇപ്പോൾ എന്തായാലും മാവ് റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് നിങ്ങൾ ഫ്ലാഷ് ബാക്കാണ്, അരി വെള്ളത്തിൽ ഇടുന്ന സമയം തൊട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അധികം പശയില്ലാത്ത പച്ചരി ആയിരിക്കണം. ആ പച്ചരി എൻ്റെ കയ്യിലുണ്ട്, അത് 2 കപ്പ് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് കാണാം. വെള്ളത്തിലിടുന്നത്, കുതിരുന്നത്, അരയ്ക്കുന്നത്, പിന്നെന്താ അരച്ച് മാറ്റി വയ്ക്കുന്നത്, പിന്നെ കള്ള് ചേർത്ത് മിക്സ് ചെയ്യുന്നു. അതും കഴിഞ്ഞ് നമ്മളൊരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഫെർമെൻറ്റഡ് ആയിട്ട് കിട്ടുന്നത്, ആ കാഴ്ചകൾ നിങ്ങൾ കാണുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ പാലപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരി ഞാൻ വെള്ളത്തിൽ ഇടാൻ പോവുകയാണ്. അതായത് 2 കപ്പ് പശയില്ലാത്ത പച്ചരി. ഇതേ നോക്കിക്കോളൂ, ഇത് 2 കപ്പ് പച്ചരിയാണ്. ഇതിന് ഒട്ടും തന്നെ പശയുള്ള അരി ആയിരിക്കരുത്, അങ്ങനത്തെ നല്ല അരി നോക്കി വാങ്ങണം. ഇതൊരു 4-5 പ്രാവശ്യം കഴുകി അതിൻ്റെ ആ ഒരു പശയൊക്കെ മാറ്റിയിട്ട്, പശയില്ലാത്ത അരിയാണെങ്കിൽ ഈ കഞ്ഞിവെള്ളം പോലെ ഇരിക്കില്ല ഇങ്ങനെ കഴുകുമ്പോൾ, നല്ല ക്ലിയർ വാട്ടർ ആകുന്നവരെ കഴുകണം. എന്നിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് ഒരു 6-7 മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റേജ്. ഓക്കെ, ഇതൊന്ന് കഴുകാം. ഈ വെള്ളം ക്ലിയർ ആകുന്നവരെ കഴുകണം. ഇപ്പോൾ ക്ലിയറായി വരുന്നു. ഇനി പാത്രം ഒന്ന് അടച്ച് വയ്ക്കാം. ഇതൊരു 5 to 6 hours കുതിർന്ന് റെഡിയായി വരട്ടെ. എപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് കുറച്ച് നേരമൊക്കെ മുന്നേ കള്ളൊഴിച്ച് മിക്സ് ചെയ്തൊക്കെ വെക്കണം. അപ്പോൾ ഇതിൻ്റെ അടുത്തടുത്ത പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ അരി വെള്ളത്തിൽ ഇട്ടുന്നത് ഒരു 5 to 6 hours കഴിഞ്ഞു. ഇനി ഇത് ഊറ്റിയെടുക്കാം. റൈസിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒട്ടും പശയില്ലാത്ത നല്ല വൈറ്റ് കളറിലെ റൈസ് തന്നെ കിട്ടണം പച്ചരി മേടിക്കുമ്പോൾ, അത് പ്രധാനമാണ്. ചോറ് 1/2 കപ്പ് വൈറ്റ് റൈസ്. ഇത് പൊന്നിയരി ചോറാണ്, അല്ലെങ്കിൽ ഡൊപ്പേരി വേവിച്ചത്, എന്താണെങ്കിലും കുഴപ്പമില്ല. 1/2 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ. പഞ്ചസാരയുടെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിന് മാറ്റുകയൊക്കെ ചെയ്യാം, കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി റൈസ്, കുതിർന്ന അരി, ഇത് 2 പ്രാവശ്യമായിട്ടിട്ട് അരച്ചെടുക്കാം. വെള്ളം ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് വെള്ളത്തിന് പകരം വേണമെങ്കിൽ തേങ്ങാ വെള്ളം ഒഴിച്ചാലും കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചാലും നല്ലതായിരിക്കും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, വീണ്ടും അരയ്ക്കാം. ഈ വെള്ളം ഒഴിക്കുന്നതിന് പകരമാണ് തേങ്ങാ വെള്ളം, കരിക്ക് വെള്ളമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. യെസ്, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഫസ്റ്റ് ലോട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ കട്ടിക്ക് എടുത്താൽ മതി. അപ്പോൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കണം. ഇനി പാലപ്പത്തിനാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് എടുത്താലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. അത്യാവശ്യം തിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ. ബാക്കിയിരിക്കുന്ന റൈസും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും അരച്ചെടുക്കാം ഇതുപോലെ തന്നെ. യെസ്, അങ്ങനെ ബാക്കി മാവും അരച്ചു കഴിഞ്ഞു. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ രാവിലെയാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. ഇനിയിപ്പോൾ രാത്രിയാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും. അതിന് മുന്നേ തന്നെ ഇത് ഏകദേശം ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ഉണ്ടാക്കുന്നതിന് 2-4 മണിക്കൂർ മുന്നേ, ഒരു 3 or 4 hours ബിഫോർ ഇതിനകത്തേക്ക് കുറച്ച് കള്ളും കൂടി ഒഴിച്ച് വയ്ക്കാം. ഓക്കെ, പിന്നെ ഉപ്പും കൂടി ചേർക്കണം, അത്രേ ഉള്ളൂ. അടച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ അരച്ച് വെച്ച മാവ് റെഡി.
ഇനി ഇച്ചിരി പൊങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്, അതായത് കുറച്ചൊരു പെർമനൻ്റ് ലുക്ക്. പക്ഷെ അതല്ല, നമ്മളിനി കുറച്ച് ഇത് കള്ളപ്പല്ല ഉണ്ടാക്കാൻ പോണേ. കള്ള് ചേർത്തിട്ട് ഇതെൻ്റെ കയ്യിലിരിക്കുന്നത് ശരിക്കുമുള്ള മധുരക്കള്ളാണ്. ഞാനൊരു സ്ഥലത്തുനിന്ന് മേടിച്ചാണ്. 1/2 കപ്പ് ഇതിലേക്ക് ഒഴിക്കാം. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വാവ്, ഇപ്പം തന്നെ നല്ലൊരു പെർമനൻ്റ് ലുക്ക് നോക്കേ. അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ മധുരമൊക്കെ നമ്മൾ ആവശ്യത്തിനാണ് ചേർക്കുന്നത്. മധുരം ഈ സ്റ്റേജിൽ ചേർക്കണമെന്നില്ല, നമ്മൾ നേരത്തെ കലക്കി വെച്ച സമയത്ത്, അരച്ച സമയത്ത് ചേർത്തല്ലോ, മതി. ഇനി ഇതൊരല്പസമയം മാറ്റി വയ്ക്കാം, കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാം. വീണ്ടും അടച്ച് വയ്ക്കാം. ഒരല്പം സ്പേസ് ഇങ്ങനെ വിട്ടിട്ട് അടയ്ക്കണം. ഇപ്പം മാവ് നല്ല ഫെർമെൻറ്റഡ് ആയി കഴിഞ്ഞു. ഇതേ നോക്കൂ, ഇത് നമ്മൾ കള്ള് ചേർത്തുണ്ടാക്കുന്ന പാലം. അപ്പം അതേ അടങ്ങാണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. മേളിൽ നിന്ന് ഇതിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയേ ഉള്ളൂ. കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമുള്ള മാവ് കുറച്ചായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ കോരി വയ്ക്കണം, തീരുന്നതിനനുസരിച്ച്. അപ്പോൾ ഇങ്ങനെ മേളിൽ നിന്ന് കോരി എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി തുടങ്ങാം. വീണ്ടും ബാക്കിയിരിക്കുന്ന മാവ് ഇതിനകത്ത് ഫെർമെൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ മേളിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് കോരി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇതിലിപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ മധുരം നമ്മുടെ ആവശ്യത്തിന് ആദ്യമേ 2 ടേബിൾ സ്പൂൺ, കൂടുതൽ വേണമെങ്കിൽ ആകാം. ഇത്രയും മതി. ഇനി പാലപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ കല്ല് ചൂടായി കഴിഞ്ഞു. ഇനി അതിലേക്ക് മാവ് കോരി ഒഴിക്കാം. ഓക്കെ, നമുക്ക് നല്ല ലേസ് അപ്പം ഉണ്ടാക്കിയെടുക്കാം. വാവ്, കമള വരുന്നത് നോക്കി, ഭയങ്കര സോഫ്റ്റായിട്ട്. ഓക്കെ, പൊട്ടി തുടങ്ങി. ഇനി അടച്ചിടാം, തുറക്കട്ടെ. വാവ്, അവർ ഫസ്റ്റ് ലേസ് പാലപ്പം ഇസ് റെഡി. കള്ള് ചേർത്ത് ലേസ് പാലം, സോഫ്റ്റ്. വാവ്, വെരി വെരി സോഫ്റ്റ് ആൻഡ് ഫ്ലഫി. നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു തവി മാവ് ഒഴിക്കുന്നു. ഇത് നമുക്ക് അടച്ചിടാം. യെസ്, അടുത്തതും റെഡി. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. വാവ്, സെക്കൻഡ് അപ്പം ഇസ് ഓൾസോ ചൂടിച്ചു. ഓക്കെ, ഇനി 3ാമത്തെ അപ്പം ഇസ് ഓൾസോ റെഡി. ഇങ്ങനെ ചുട്ടുകൊണ്ടേയിരിക്കും. പത മുകളിൽ വരുന്നതിനെ അത് അടങ്ങാണ്ട് എടുത്ത് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് പിന്നെ അടച്ചങ്ങ് വയ്ക്കുക. പിന്നെ അത് വീണ്ടും ഇങ്ങനെ പതഞ്ഞുകൊണ്ടിരിക്കും. ആ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർത്തിട്ടില്ല. ഇത് ജസ്റ്റ് കള്ളും അരി, കുറച്ച് ചോറ്, ചെറു പഞ്ചസാര, അത്രയേ ഉള്ളൂ. ഉപ്പ്, വേറെ ഒന്നുമില്ല. പക്ഷെ നല്ല വൈറ്റ് കളറിൽ നല്ല തൂവെള്ള സോഫ്റ്റ് അപ്പം. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ കള്ള് കിട്ടിയില്ലെങ്കിൽ മാത്രം ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഈസ്റ്റ് ചേർത്ത് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് തേങ്ങാപ്പാലോ തേങ്ങയോ അരച്ച് ചേർക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ചോറ് അല്ലെങ്കിൽ അവൽ, ഇതിലേതെങ്കിലും ഒരു കാര്യം അവൽ കുതിർത്ത് ചേർത്ത്, വൈറ്റ് അവലായിരിക്കണം. അപ്പോൾ ഈ കളറ് നന്നായിട്ട് കിട്ടും. ഇതിപ്പോൾ നല്ല വെള്ളച്ചോറും നല്ല വൈറ്റ് കളറിലെ റൈസും ആയിരുന്നു. അത് കാരണമാണ് ഈ കളറും ഒക്കെ കിട്ടിയിരിക്കുന്നത്. അടിപൊളിയല്ലേ? ഈ രീതിയിൽ കള്ള് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇല്ലെങ്കിൽ കള്ളാക്കാൻ പറ്റുന്ന രീതിയിൽ ഈസ്റ്റ് ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ ഈസ്റ്റ് ഇട്ട് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് തേങ്ങയുടെ വെള്ളവും കൂടി ചേർത്തിട്ട് അരയ്ക്കാൻ സമയത്ത് അങ്ങനെ ചെയ്താൽ മതി. തേങ്ങാ വെള്ളം അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ട്. ഓക്കെ,
കുറച്ച് തേങ്ങാപ്പാലും കൂടി ലാസ്റ്റ് മിക്സ് ചെയ്താൽ കുറേ കൂടെ ഗംഭീരമാവും. പക്ഷേ ഇതിങ്ങനെ ചെയ്താൽ ഒരു ആവശ്യമില്ല, തേങ്ങയുടെയോ തേങ്ങാപ്പാലിൻ്റെയോ ഒരു ആവശ്യവും വേറെ വരുന്നില്ല. ഈസിയാണ്, സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ അപ്പം നമുക്ക് ക്രിസ്മസിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ താറാവോ പിന്നെ എന്താ പറയുക കോഴിയോ എന്ത് കാര്യത്തിൻ്റെ കൂടെയും കഴിക്കാമല്ലോ. പിന്നെ ഫിഷ് മപ്പാസ്, നമ്മുടെ ഇപ്പോൾ കരിമീൻ വെച്ചിട്ടുള്ള ഫിഷ് മോളി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീനുള്ള ഫിഷ് മോളി, അങ്ങനെ ആ രീതിയിൽ ചെയ്യാം. കോമ്പിനേഷൻ ഈസ് വെരി ഗുഡ്. ബ്രേക്ക്ഫാസ്റ്റിനാണ് സാധാരണയായിട്ട് അപ്പം ഉണ്ടാക്കാറ് പല വീടുകളിലും ഈ ക്രിസ്മസ് ദിവസത്തിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ മെത്തേഡ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് നേരത്തെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ചെയ്തിട്ടില്ലാത്തവർ, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. ഓക്കെ, വാവ്, ഇങ്ങനൊരു വൗ ഫാക്ടറാണ്. ഫാസ്റ്റായിട്ട് നടക്കും, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ക്രിസ്മസ് സീരീസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യണം, ഉടനെ തന്നെ ഉണ്ടാവും. അതും അടിപൊളിയൊരു വിഭവമായിരിക്കും. എന്തായാലും ക്രിസ്മസിനെ നമ്മൾ കെങ്കേമമാക്കാൻ പോവാണ് നമ്മുടെ LN വ്ളോഗ്സ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ ആണ് ഓരോരോ മെനുവും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു.